എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീടും പരിസരവും എല്ലാം നല്ല പോലെ വൃത്തിയാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നാക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ അടുക്കള എപ്പോഴും നന്നായി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് വൃത്തിയായി എന്ന് തന്നെ പറയാറുണ്ട്. കാരണം അടുക്കളയാണ് നമ്മുടെ വീടിൻ്റെ ഹൃദയം അല്ലേ. അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനെയാണ് തോന്നാറ്. അടുക്കള ക്ലീൻ ആയാൽ എല്ലാം ക്ലീനായി എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കള വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അടുക്കള എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്ന് നോക്കാം. നമ്മളെപ്പോഴും അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പച്ചക്കറികൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും വെള്ളം വീണ് അല്ലെങ്കിൽ ആ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വീണ് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടാവാറുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ കിടന്ന് പിന്നെ കുറേ നേരം കഴിയുമ്പോഴേക്കും അത് അവിടെ ഉണങ്ങിപ്പിടിച്ച് അല്ലെങ്കിൽ സവാളയുടെ തൊണ്ടൊക്കെ താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പിടിച്ച് ഒരു കറ പോലെ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത്, അപ്പോൾ പച്ചക്കറിയാണ് അരിയുന്നതെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ ഒരു ഗാർബേജ് ബിന്നിലേക്ക് ഇടുക. അതുപോലെ തന്നെ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടുക. അപ്പം ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡൊക്കെ മാക്സിമം വേണ്ടി വരുള്ളൂ. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കളയാവുന്ന കുറച്ച് വേസ്റ്റ് ആ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഉടനെ തന്നെ ആ ഗാർബേജ് ബിന്നിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കളയുക. എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പ് നീറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് കുക്കിങ്ങിലേക്കാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആകെ വൃത്തികേടാവാറുണ്ട്. പ്രത്യേകിച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലൊക്കെ സ്റ്റൗവിൻ്റെ സൈഡിൽ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ തെറിക്കും, അല്ലെങ്കിൽ വെള്ളമൊക്കെ അവിടെയൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ ആകെ മോശമാവാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ മോശമായി കിടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഭാഗം, അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടിയിലൊക്കെയാണ്. അപ്പം നമ്മൾ ആ ഭാഗങ്ങളും കൂടെ വൃത്തിയാക്കി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആ സ്റ്റൗവിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി ആറിയ ശേഷം നമ്മളൊരു സ്പോഞ്ച് വൈപ്പോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തൊക്കെ ഉപയോഗിച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ സ്റ്റവ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കുക. പിന്നെ സ്റ്റവ് കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സ്റ്റവിൻ്റെ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിക്കും. അപ്പോൾ ഒരു നേരിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ കൂടിയ മിശ്രിതം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. എപ്പോഴും നമ്മൾ സ്റ്റവ് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ വീട്ടിലെപ്പോഴും ചപ്പാത്തി, പൂരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പൊടിയൊക്കെ സൈഡിലും അവിടെയൊക്കെ വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി പൂരിക്കൊക്കെ കുഴച്ച് പരത്തുന്ന ആ ഒരു സമയത്ത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു വലിയ തുണിയൊക്കെ വിരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് അധികം പൊടികളും കാര്യങ്ങളും ഒന്നും വീഴില്ല. അല്ലെങ്കിൽ പൊടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അതിൽ വീണ് കഴിഞ്ഞാൽ അത് അവിടെ ഉണങ്ങി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു തുണിയൊക്കെ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും മാറ്റുമ്പോൾ, ഇപ്പോൾ പഞ്ചസാര, ചായപ്പൊടിയൊക്കെ അതിൻ്റേതായ പാത്രങ്ങളിലേക്കൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ആ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു തുണി ഇടുക, എന്നിട്ടത് മറ്റേ പാത്രത്തിലേക്ക് പകർത്തുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ തുണിയിലായിരിക്കും നമ്മളിടുന്ന സാധനങ്ങളൊക്കെ താഴെ പോയാൽ വീഴുക. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. കൗണ്ടർ ടോപ്പൊന്നും എപ്പോഴും തുടയ്ക്കേണ്ടി ഒന്നും വരില്ല. അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കൗണ്ടർ ടോപ്പുകൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക. അതായത് അതിൽ വെള്ളമൊന്നും വീഴാതെ ഒരുപാട് സാധനങ്ങളൊക്കെ വലിച്ചു വാരിടാതെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുപോലെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീലും ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ, നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആദ്യം പോകുന്നത് സ്റ്റൗവിലേക്കും കൗണ്ടർ ടോപ്പിലേക്കും ആയിരിക്കും. അപ്പോൾ ആ ഭാഗം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പുകൾ എപ്പോഴും ക്ലട്ടർ ഫ്രീ ആയിട്ട് വെക്കുക. അതിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. എല്ലാം എടുത്തു കഴിഞ്ഞാൽ എടുത്തോടത്ത് തന്നെ തിരിച്ചു വെക്കുക. അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളെ കിച്ചൺ എപ്പോഴും നല്ല പോലെ ക്ലീനും നീറ്റും ആയിട്ടിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് കിച്ചണിലെ സിങ്ക്. നമ്മൾ എന്ത് സാധനം ചെയ്ത് കഴിഞ്ഞാലും എന്ത് പാത്രം എടുത്താലും ഈവൻ ഒരു സ്പൂൺ എടുത്താൽ പോലും അത് കഴുകേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും സിങ്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ സിങ്ക് എപ്പോഴും വൃത്തികേടായി കിടക്കാനും ചാൻസ് കൂടുതലാണ്. നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ പാത്രങ്ങളിൽ നിന്നുള്ള വേസ്റ്റൊക്കെ അവിടെ വീണ് അതൊക്കെ ഒട്ടിപ്പിടിച്ച് സിങ്കൊക്കെ വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിങ്ക് ക്ലീൻ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും രാത്രി സിങ്ക് നന്നായിട്ട് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിങ്കിൽ പാത്രങ്ങളൊക്കെ കുന്നുകൂടി ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ഓരോ പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് സിങ്കിൽ കുന്നുകൂട്ടിയിടാതെ കറക്റ്റായിട്ട് കഴുകി വെക്കുക. ഓരോ കുക്കിങ്ങും കഴിയുമ്പോഴും കഴുകാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ കുറേ അധികം സമയം സിങ്കിലിട്ട് വെക്കരുത്. പിന്നെ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, രാത്രി പാത്രങ്ങൾ കഴുകാതെ രാവിലെ കഴുകാമെന്നൊക്കെ ഓർത്ത് സിങ്കിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പിറ്റേ ദിവസം നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ജോലി എന്താണ്? ഈ സിങ്ക് ക്ലീൻ ചെയ്ത് അതിലുള്ള പാത്രങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു മടുപ്പായിരിക്കും. അതേ സമയത്ത് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സിങ്കും കിച്ചണുമാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരു ഉന്മേഷവും എനർജിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം വൃത്തിയാക്കി വെക്കേണ്ട മറ്റൊരിടമാണ് അടുക്കളയിലെ ഫ്ലോറിൽ മിക്കവാറും വെള്ളം വീണ് കിടക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വീഴാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ ചോറിൻ്റെ വറ്റായിരിക്കും അവിടെ കിടക്കുന്നത്, പക്ഷെ അതുപോലും പിന്നീട് അത് ഉണങ്ങിപ്പിടിച്ച് കളയാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അടുക്കളയുടെ ഫ്ലോർ എപ്പോഴും നല്ല പോലെ വൃത്തിയാക്കി ഇടുക, തറ എപ്പോഴും നല്ല ക്ലീൻ ആക്കി ഇടുക. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രാണികളും പാറ്റകളും ഒക്കെ നമ്മുടെ അടുക്കളയിൽ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല പോലെ ക്ലീനും നീറ്റുമായിട്ടിരിക്കും. അടുക്കള നീറ്റായി തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേറെ എവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആദ്യം ചെല്ലുന്നത് അടുക്കളയിലേക്കായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ. അപ്പോൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കള നല്ല നീറ്റാണെങ്കിൽ എന്താണ്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നിറയും. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മളെപ്പോഴും നമ്മുടെ അടുക്കള നീറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.